ഹായ് സ്റ്റുഡൻസ്, 11ാം ക്ലാസ് കെമിസ്ട്രിയുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പാർട്ട് 3 കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നത് റെസൊണൻസ് സ്ട്രക്ചർ, പൊളാരിറ്റി ഓഫ് ബോണ്ട്സ്, ഫജാൻസ് റൂൾ എന്നിവയെ പറ്റിയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. റെസൊണൻസ് സ്ട്രക്ചർ. ഇവിടെ CO3 എന്ന അയോണിനെ 3 സ്ട്രക്ചറായിട്ട് കാണിച്ചിരിക്കുക. CO3 3 സ്ട്രക്ചറായിട്ട് നമ്മൾ ലേവീസ് ഡോട്ട് സ്ട്രക്ചർ അനുസരിച്ച് വരച്ചിരിക്കുകയാണ്. Whenever a single Lewis structure cannot describe a molecule accurately, അതായത് ഒരു സ്ട്രക്ചർ കൊണ്ട് നമുക്ക് ഒരു മോളിക്യൂളിനെ കറക്റ്റായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല, ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ ആവശ്യമുള്ളപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ രൂപത്തിൽ എഴുതുന്നതിന് പിന്നെ പല രൂപത്തിൽ, അതായത് ഇപ്പം നമ്മളിവിടെ കാർബണേറ്റ് CO3 3 സ്ട്രക്ചർ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സെയിം എനർജിയുള്ള 3 സ്ട്രക്ചേഴ്സ് ആണ്. ഈ 3 സ്ട്രക്ചേഴ്സിനെയാണ് പറയുന്നത് കാനോനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാനോനിക്കൽ സ്ട്രക്ചർ. Whenever a single Lewis structure cannot describe a molecule accurately, a number of structures with similar energy, position of nuclei, bonding and non-bonding pairs of electron are taken as the canonical structure of the hybrid, which describe the molecule accurately. ഈ സ്ട്രക്ചറിനെ ഒരു മോളിക്യൂൾ തന്നെ വിവിധ രൂപങ്ങളിലായിട്ട് അല്ലെങ്കിൽ വിവിധ സ്ട്രക്ചറായിട്ട് കാണിക്കുന്നു. ആ സ്ട്രക്ചറിനാണ് കാനോനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കാനോനിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് സ്ട്രക്ചർ വിത്ത് സിമിലർ എനർജി, പൊസിഷൻ ഓഫ് ന്യൂക്ലിയൈ, ബോണ്ടിങ് ആൻഡ് നോൺ ബോണ്ടിങ് പെയർസ് ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ അങ്ങനെ എഴുതുന്നതിനാണ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, റെസൊണൻസ് സ്ട്രക്ചർ. According to the concept of resonance, whenever a single Lewis structure cannot describe a molecule accurately, a number of structures with a similar energy, same energy ആയിരിക്കും, position of nuclei, bonding and non-bonding pairs of electrons are taken as the canonical structure of the hybrid, which describe the molecule accurately. നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ ഇപ്പോൾ ഒരാളുടെ കണ്ടു, ആരുടെയാണ് CO3 റെസൊണൻസ് സ്ട്രക്ചർ ഏതാന്ന് പറഞ്ഞാൽ 3 റെസൊണൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ 3 കാനോനിക്കൽ ഫോം ഉണ്ട്. അതുപോലെ നമുക്ക് O3 എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്. O3 the 2 സ്ട്രക്ചേഴ്സ് നമുക്ക് O3യുടെ എഴുതാൻ പറ്റും. കാനോനിക്കൽ സ്ട്രക്ചർ ആണ്. കാനോനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന വേറെ പേരാണ് റെസൊണൻസ് സ്ട്രക്ചർ ആൻഡ് ദെയർ ഹൈബ്രിഡ്. നമുക്ക് O3 ഓസോൺ മോളിക്യൂളിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ O3 എന്ന് പറയുമ്പം നമുക്കിവിടെ 2 റെസൊണൻസ് സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. O3 ഇവിടെ O3ക്കകത്ത് 3 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജനകത്ത് 2 ഓക്സിജൻ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട്, ആ സിംഗിൾ ബോണ്ടിന്റെ ബോണ്ടിൽ എന്താ 148 പൈക്കോമീറ്റർ. പിന്നെ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ആ ഡബിൾ ബോണ്ട് ബോണ്ടിൽ എന്താ 121 പൈക്കോമീറ്റർ. 121. നമുക്ക് ഈ മോളിക്യൂളിനെ തന്നെ വേറൊരു കാനോനിക്കൽ ഫോം, സെയിം എനർജിയുള്ള വേറെ സ്ട്രക്ചറിലോട്ട് എഴുതാം. അവിടെ 3 ഓക്സിജൻ ആറ്റം നമ്മൾ ഈ ആദ്യത്തെ സ്ട്രക്ചറിനകത്ത് കാനോനിക്കൽ സ്ട്രക്ചർ 1 കണ്ട സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ബോണ്ടായി മാറി. ആ ഡബിൾ ബോണ്ടിന്റെ ബോണ്ടിലേക്ക് 121 പൈക്കോമീറ്റർ ആണ്. അടുത്ത സ്ട്രക്ചർ 1 കാനോനിക്കൽ സ്ട്രക്ചർ 1 ഓക്സിജൻ ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ടായി മാറി. ആ സിംഗിൾ ബോണ്ടിന്റെ ബോണ്ടിൽ എന്താണ് 148 പൈക്കോമീറ്റർ. ഇങ്ങനെ സെയിം എനർജിയുള്ള 2 സ്ട്രക്ചറായിട്ട് നമ്മൾ എഴുതി. എന്നിട്ട് ഇത് രണ്ടും എന്താണ്? ഓസോണിന്റെ കാനോനിക്കൽ സ്ട്രക്ചർ 1ഉം ഇത് കാനോനിക്കൽ സ്ട്രക്ചർ 2ഉമാണ്. ഓക്കെ, ഓസോൺ മോളിക്യൂള്. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. O3 എന്ന് പറയുന്നത് ഇങ്ങനെ അതിന്റെ ബോണ്ടിൽ എന്താ 128 പൈക്കോമീറ്റർ ആയിട്ട് കാണുന്നു. 128, അതായത് ഡബിൾ ബോണ്ടും അല്ല സിംഗിൾ ബോണ്ടും അല്ല, അതായത് പാർഷ്യൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് രണ്ടിടത്തും കാണിക്കുന്നു. അതിന്റെ ബോണ്ടിൽ എന്ന് പറയുന്നത് 128 പൈക്കോമീറ്റർ. ഈ 128 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കാനോനിക്കൽ സ്ട്രക്ചറിനകത്ത് 148 പൈക്കോമീറ്ററിന്റെയും 121 പൈക്കോമീറ്ററിന്റെയും ആവറേജ് ആയിട്ട് വരുന്ന 128 പൈക്കോമീറ്റർ. ഇതിന് പറയുന്ന പേരാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ
ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ ആയിട്ടുള്ള മിക്സ്ചർ ഹൈബ്രിഡ് ആയിട്ട് വരുന്നു. മിക്സ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മളിവിടെ റെസണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഓസോൺ മോളിക്യൂളിന്റെ 2 കാനോനിക്കൽ ഫോമും അതിന്റെ റെസണൻസ് സ്ട്രക്ചറുമാണ്. ദ ഓസോൺ oxygen molecule can be equally represented by the structures 1 and 2 bond and a oxygen double bond. The normal oxygen single bond and oxygen double bond lengths are 148 picometer and 121 respectively. Experimentally determined oxygen bond length in O3 molecule is 128 picometer. 128 picometer ആണ് എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടുപിടിച്ചു. Thus, the oxygen bond in the O3 molecule are intermediate between a double and a single bond. Then this cannot be represented by either of the two Levy structure. Then നമുക്ക് ഇതാണെന്ന് ലേവി സ്ട്രക്ചർ 1 ആണെന്നും പറയാൻ പറ്റത്തില്ല, ഈ കാനോനിക്കൽ ലേവി സ്ട്രക്ചർ 2 ആണെന്നും നമുക്ക് ഓസോൺ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് ഇങ്ങനെ ഒറ്റ സ്ട്രക്ചർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ എഴുതുന്നതിനാണ് റെസണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. റെസണൻസ് സ്ട്രക്ചർ ഇവിടെ റെസണൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ കാനോനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നു. എക്സ്പെരിമെന്റ് ആയിട്ട് ഇതിന്റെ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും അല്ല, ഈ 2 കാനോനിക്കൽ ഫോമും അല്ല, ഒരു ഹൈബ്രിഡ് ഫോമിൽ വരുന്നു. അതാണ് റെസണൻസ് ഹൈബ്രിഡ്. ഓക്കെ, എന്താണ് റെസണൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബണേറ്റ് അയോൺ റെസണൻസ് സ്ട്രക്ചറിൽ വരയ്ക്കാം. അതായത് കാർബണേറ്റ് അയോൺ CO3 2- എന്ന് പറയുന്നത് ഒറ്റ സിംഗിൾ സ്ട്രക്ചറിനകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ലേവി സ്ട്രക്ചർ നമുക്ക് ഒരേ സെയിം എനർജിയുള്ള 3 ലേവി സ്ട്രക്ചർ നമുക്ക് ഇവിടെ വരയ്ക്കാൻ സാധിക്കും. ദ സിംഗിൾ ലേവി സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് 2 സിംഗിൾ ബോൺസ് ആൻഡ് 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഓക്സിജൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്സിജൻ 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഈ 3 ഓക്സിജനകത്ത് 2 ഓക്സിജൻ മൈനസ് ചാർജ് ഉണ്ട്. ഈ മൈനസ് ചാർജ് ഇങ്ങനെ മാറി മാറി നടക്കുകയാണ്. ഒന്നാമത്തെ റെസണൻസ് സ്ട്രക്ചറിനകത്ത് ഈ മുകളിലത്തെ ഓക്സിജനിലും നമ്മുടെ ഈ സൈഡിലെ ഓക്സിജനിലും അത് മൈനസ്. രണ്ടാമത്തെ കാനോനിക്കൽ സ്ട്രക്ചറിനകത്ത് 2ഉം താഴത്തെ ഓക്സിജനിലാണ് മൈനസ് ചാർജ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാനോനിക്കൽ സ്ട്രക്ചറിനകത്ത് മുകളിലത്തെ ഓക്സിജനിലും ഈ ലെഫ്റ്റിലെ ഓക്സിജനിലുമാണ് മൈനസ് ചാർജ് വന്നിരിക്കുന്നത്. The single Levy structure based on the presence of 2 single bonds and 1 double bond between carbon and oxygen. ആദ്യം നമുക്ക് ലേവി സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതനുസരിച്ച് നമ്മൾ ലേവി സ്ട്രക്ചർ വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 3 രൂപത്തിൽ നമുക്കത് കിട്ടും. സെയിം എനർജിയുള്ള 3 സ്ട്രക്ചർ കിട്ടുന്നു. According to the experimental finding, all carbon to oxygen bonds CO3 2- are equivalent. 3 ബോണ്ടും ഇക്വലന്റ് ആണ്. Therefore, the carbonate ion is the best described as resonance hybrid of the canonical form of 1, 2 and 3. ഈ 3 കാനോനിക്കൽ ഫോമിന്റെ റെസണൻസ് ഹൈബ്രിഡ് ആണ് ശരിയായിട്ടുള്ള CO3 2- റെസണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം CO3 2- 3 കാനോനിക്കൽ ഫോം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അടുത്ത കാർബൺ ഡയോക്സൈഡിന് നമുക്ക് റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ സാധിക്കും. ഇവിടെ 3 CO2-ന് 3 റെസണൻസ് സ്ട്രക്ചർ ഉണ്ട്. ഒന്നാമത്തെ കാനോനിക്കൽ ഫോം ആണ് കാർബൺ നടുക്ക്, 2 ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു, അവിടെ ചാർജ് ഒന്നുമില്ല. അടുത്ത രണ്ടാമത്തെ സ്ട്രക്ചറിനകത്ത് കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഒരു ഓക്സിജന് പ്ലസും മറ്റേ ഓക്സിജന് മൈനസ് ചാർജും കിട്ടുന്നു. ഇവിടെ എന്തായിരുന്നു, ഇവിടെ എല്ലായിടത്തും ഒരുപോലെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ മൈനസും പ്ലസും കിട്ടി റെസണൻസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. അതുപോലെ മൂന്നാമത്തെ കാനോനിക്കൽ സ്ട്രക്ചറിനകത്ത് കാർബൺ നടുക്ക്, ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഇവിടെ ലെഫ്റ്റിലും മറ്റേ റൈറ്റിലും കൊടുത്തിരിക്കുന്നു. CO2 മോളിക്യൂളിൽ 3 റെസണൻസ് അല്ലെങ്കിൽ കാനോനിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ദി എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് കാർബൺ ടു ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഈസ് 115 picometer. The length of a normal carbon to oxygen double bond and carbon triple bond are 121 picometer, 110 picometer ആണ്. The carbon oxygen bond length in CO2 lie between the values for C double bondum C triple bond ഒഴിക്കും. A single Levy structure cannot depict their position and it becomes necessary to write more than 1 Levy structure and to consider that the structure of CO2 is best described as a hybrid of the canonical or resonance form of 1, 2 and 3. നമ്മൾ 3 കാനോനിക്കൽ ഫോംസ് ആണ് CO2-നെ കണ്ടിരിക്കുന്നത്. CO2. ഓക്കെ, എക്സ്പെരിമെന്റലി ഫൈൻഡ് CO2-ന്റെ ഓക്സിജൻ കാർബൺ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത് 115 picometer ആണ് കേട്ടോ.
എന്നാൽ നമ്മൾ നോർമൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഒക്കെ എഴുതുമ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിന്റെ വാല്യൂ 121 110 110. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കായിട്ട് റെസൊണൻസ് ഹൈബ്രിഡ് വരുന്നു. Resonance stabilizes the molecule as the energy of the resonance hybrid is less than the energy of single canonical structure. നമ്മൾ കണ്ടായിരുന്നു ഇതിന്റെ റെസൊണൻസ് ഹൈബ്രിഡിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കാനോണിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ആവറേജ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് resonance stabilizes the molecule as the energy of the resonance hybrid is less than the energy of a single canonical structure. ഇനി resonance average the bond characteristic as a whole. Thus, the energy of the O3 resonance hybrid is lower than either of two canonical form 1 and 2. Ozone molecule റെസൊണൻസ് ഹൈബ്രിഡ് നമ്മൾ 128 അല്ലെ, 100 അന്ന് കണ്ടായിരുന്നു. അതാണ് റെസൊണൻസ് ഹൈബ്രിഡിന്റെ ലോവർ ആയിട്ടുള്ള റെസൊണൻസ് ഇതാണ് വന്നിരിക്കുന്നത്. റെസൊണൻസ് ആവറേജ് ദ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് എ ഹോൾ. Thus, the energy of the O3 resonance hybrid is lower than either of the two canonical forms or resonance structure 1 and 2. നമ്മളിപ്പോൾ റെസൊണൻസ് സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു ഇതില് ഒറ്റ ലേവി സ്ട്രക്ചർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാതെ നമുക്ക് പറ്റത്തില്ല. അത് 2 or 3 റെസൊണൻസ് സ്ട്രക്ചർ വെച്ച് അല്ലെങ്കിൽ കാനോനിക്കൽ ഫോംസ് കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് കോവാലന്റ് ബോണ്ടിങ്ങില് എന്താണ് കോവാലന്റ് ബോണ്ടിങ്? കെമിക്കൽ ബോണ്ട് അല്ലെ. ആ കെമിക്കൽ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ നോൺ മെറ്റൽ ആറ്റംസ്. നോൺ മെറ്റൽ ആറ്റംസ് കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ആ മോളിക്യൂൾസിനകത്ത് നോൺ മെറ്റൽസ് കൂടി ചേരുന്നത് കോവാലന്റ് ബോണ്ടിങ്ങിലൂടെയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇവിടെ ഇതിന്റെ നമുക്കിവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഫോംസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ലെസ് ദാൻ 2 ഫോംസ് പോളി ആറ്റോമിക് അയോൺസ്. പോളി ആറ്റോമിക് അയോൺസ് ആണ് കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് ബോൺസിനെ രണ്ടായിട്ട് തിരിക്കാം, നോൺ പോളാറും പോളാറും. അതായത് കോവാലന്റ് ബോണ്ടിങ്ങിനകത്ത് ബോൺസിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്, നോൺ പോളാറും പോളാറും. അന്നേരം കോവാലന്റ് ബോണ്ടിങ് മുഖാന്തരം ഉണ്ടാകുന്ന മോളിക്യൂൾസിനെ നമുക്ക് കോവാലന്റ് മോളിക്യൂൾസ് പറയാം. അന്നേരം കോവാലന്റ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാം? നോൺ പോളാറും പോളാറുമായിട്ട് നിൽക്കാം. അന്നേരം നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ആണ്. പോളാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്ന മോളിക്യൂൾസ് ആണെന്നാണ് പോളാർ. ഇവിടെ മോളിക്യൂൾസ് നോൺ പോളാർ സിമെട്രിക്കൽ ഉണ്ട്, പോളാർ അസിമെട്രിക്കലും ഉണ്ട്. പോളാർ അസിമെട്രിക്കൽ നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നോൺ പോളാർ ബോൺസ്. ഇപ്പൊ 2 ആറ്റം കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഇതാവുകയാണ്. 2 ഹൈഡ്രജൻ ആറ്റമാണ്. 2 ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് എന്താണ് ഇവിടെ 2 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണ് 2 ഹൈഡ്രജൻ ആറ്റം. ഇതൊരു കോവാലന്റ് ബോണ്ടാണ്. എന്നാൽ ഈ 2 ഇലക്ട്രോണിനും തുല്യ അവകാശം നടുക്കായിട്ട് അത് ഷെയർ ചെയ്തിരിക്കുക. ഇവർ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഇലക്ട്രോണും അല്ലെങ്കിൽ ബോണ്ടിങ്ങിലുള്ള ഒരു ഇലക്ട്രോണും ഒരു ആറ്റത്തിന്റെ അടുത്തോട്ട് പോകണില്ല. രണ്ടുപേരും എന്താ തുല്യമായിട്ട് ഇവരെ തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലമായിട്ട് ഇവിടെ നിൽക്കുക, ഹൈഡ്രജന്റെ ഇടയ്ക്കുള്ള ബോണ്ട്. അതുപോലെ 2 ക്ലോറിൻ ആറ്റം, രണ്ടുപേരും ഒരുപോലത്തെ ആറ്റമാണ്. അതിന്റെ ഇടയ്ക്കായിട്ട് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജായിട്ട് നമ്മുടെ കോവാലന്റ് ബോണ്ട് നിൽക്കുക. അതുപോലെ 2 സെയിം ആറ്റമാണ് ബി ആർ, അതിനെയും ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് ഇവിടെ നമ്മുടെ ബോണ്ട് നിൽക്കുന്നു. അങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരേപോലെ ആറ്റങ്ങൾ കൂടി ചേർന്ന മോളിക്യൂൾ ഉണ്ടായിരിക്കണം. ആ മോളിക്യൂളിനെ അങ്ങനെയുള്ള ബോണ്ടാണ് നമ്മളിപ്പം നോക്കുന്നത്. എ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 like atom is known as non-polar bond. Since difference of electronegativity is 0, രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 0 ആണ്. Therefore, both atom attract electron pair equally and no charge appears on any atom. Electron pair equally and no charge appears on any atom and the whole molecule become neutral. അവിടെ ന്യൂട്രൽ ആയിട്ട് അതിരിക്കും. കാരണം എന്താണ്? ബോണ്ട് 2 പേർക്ക് ഒരുപോലെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നോ ചാർജ്, 2 പേരും ഒരുപോലെ. അതാണ് നോൺ പോളാർ ബോണ്ട്. ഇനി ഈ നോൺ പോളാർ ബോണ്ടിനകത്ത് ഇലക്ട്രോൺ ഷെയർ ഈവൻലി ഇൻ ദ ബോണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് 0.
അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 0 ആകണമെങ്കിൽ എങ്ങനത്തെ ആറ്റംസ് ആയിരിക്കണം? ഐഡന്റിക്കൽ ആറ്റംസ് ആയിരിക്കണം. ഐഡന്റിക്കൽ ഡയാറ്റോമിക് മോളിക്യൂൾസിനകത്തെല്ലാം നോൺ പോളാർ ബോണ്ടാണ് കാണുന്നത്. ഇനി കോവാലന്റ് ബോണ്ട് പോളാർ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ഓൺ ഓൾ സൈഡ്സ്. പോളാർ ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റം മേക്സ് എ പോളാർ മോളിക്യൂൾ. 2 തരത്തിലുള്ള ആറ്റംസ്, അതായത് ഒരുപോലെയുള്ള ആറ്റം അല്ല, 2 ടൈപ്പ് ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പോളാർ മോളിക്യൂള് കാണുന്നത്. പോളാർ ബോണ്ട് ഇലക്ട്രോൺ അൺഈക്വലി ഷെയർഡ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 2. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, പക്ഷേ ലെസ് ദാൻ 2. അതാണ്, അങ്ങനെയുള്ളതാണ് പോളാർ ബോണ്ട്. ക്ലോസ് ടു 2 ആണെങ്കിൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലോസ് ടു 2 ആണെങ്കിൽ മോർ പോളാർ ആണ്. അതുപോലെ മോർ അയോണിക് ക്യാരക്ടറും കാണിക്കുന്നു. ക്ലോസ് ടു 2 ആണെങ്കിൽ വ്യത്യാസം. അന്നേരം നമ്മുടെ പോളാർ ബോണ്ട്സ് കാണുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ലെസ് ദാൻ 2 ഉള്ളിടത്താണ് പോളാർ ബോണ്ട് കാണിക്കുന്നത്. പോളാർ കോവാലന്റ് ബോണ്ട് കാണിക്കുന്ന എക്സാമ്പിൾ നമുക്ക് HF. നമുക്കറിയാം ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഫ്ലൂറിൻ അല്ലേ. ഈ ഫ്ലൂറിനും ഹൈഡ്രജനും കൂടെ കൂടി ചേർന്നാൽ ഫ്ലൂറിൻ എന്താണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഫ്ലൂറിൻ ഇവരുടെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോണിനെ, അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണിനെ ഫ്ലൂറിൻ അങ്ങ് വലിച്ചെടുക്കും. വലിച്ചെടുക്കുമ്പോൾ ഫ്ലൂറിന് എന്ത് കിട്ടുന്നു? പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ആ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് നമ്മൾ ഡെൽറ്റ നെഗറ്റീവ് എന്നുകൊണ്ട് കാണിക്കുന്നു. ഡെൽറ്റ നെഗറ്റീവ്. പാവപ്പെട്ട ഹൈഡ്രജന്റെ കൂടെയുള്ള കോൺട്രിബ്യൂഷനുള്ള ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺ ആര് വലിച്ചെടുക്കുന്നു? ഫ്ലൂറിന്റെ അടുത്തോട്ട് വലിച്ചെടുക്കുമ്പോൾ പാർഷ്യൽ നെഗറ്റീവ് ഫ്ലൂറിനും കിട്ടുന്നു, പാർഷ്യൽ പോസിറ്റീവ് ഹൈഡ്രജനും കിട്ടുന്നു. അതുപോലെ ഇവിടെ നമുക്ക് പറയാം ഫ്ലൂറിൻ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്, ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി അത്രയും ഇല്ല അല്ലെ. അതുപോലെ തന്നെ 2 വ്യത്യാസങ്ങളായുള്ള 2 ആറ്റമാണ് HCl-ഉം. HCl-നകത്തെയും ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടിലെ ഇലക്ട്രോണ് Cl അങ്ങ് വലിച്ചെടുക്കുന്നു, പാർഷ്യലായിട്ട് വലിച്ചെടുക്കുന്നു. അതായത് ഡെൽറ്റ നെഗറ്റീവ് കിട്ടുന്നു ക്ലോറിന്, ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അന്നേരം ഇങ്ങനെ അൺഈക്വൽ ആയിട്ട് ബോണ്ടിങ്ങിലെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. എ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ആറ്റം ഈസ് നോൺ ആസ് പോളാർ കോവാലന്റ് ബോണ്ട്. Example, a covalent bond is formed between H and Cl. It is polar in nature because chlorine is more electronegative than hydrogen atom. Therefore, electron cloud is shifted towards chlorine atom. Due to this reason, a partial negative charge appeared on chlorine atom and equal positive charge on hydrogen atom. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ്, ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ്. അതുപോലെ HF-നകത്ത് ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്. ഇതാണ് പോളാർ കോവാലന്റ് ബോണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Polarity of bonds. When covalent bond is formed between 2 similar atoms H2O2 Cl2, the shared pair of electron is equally attracted by 2 atoms. As a result, electron pair is situated exactly between the 2 identical nuclei. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ 2 ഇലക്ട്രോണും തുല്യമായിട്ട് പങ്കിട്ടു. എന്നാൽ the bond so formed contrary to this in case of a heteronuclear molecule. 2 ആറ്റങ്ങൾ വ്യത്യാസം. HF. The shared electron pair between the 2 atoms get displaced more towards fluorine since the electronegativity of fluorine is far greater than that of hydrogen. The resultant covalent bond is polar. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് polar covalent bond. അൺഈക്വൽ ആയിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന മോളിക്യൂൾസിന് ഉണ്ടാകുന്ന ചാർജ് മൂലം ഉണ്ടാകുന്നതാണ് പോളാർ. ഫോംഡ് ഇസ് കോൾഡ് ദ റിസൾട്ടന്റ് കോവാലന്റ് ബോണ്ട് ഇസ് പോളാർ. ആണ് പോളാർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം പോളാർ നേച്ചറുള്ള കോവാലന്റ് ബോണ്ടാണ് HCl-നകത്ത് കാണുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് പോളറൈസേഷൻ ദ മോളിക്യൂൾ പൊസസ് ദ ഡൈപോൾ മൊമെന്റ്. ഇവിടെ ഈ ഹൈഡ്രജനെയും Cl-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടായിരുന്നു 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണെ ക്ലോറിൻ വലിച്ചെടുക്കുമ്പോൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടുന്നു, പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് ഹൈഡ്രജൻ ഉള്ളത്. അന്നേരം അവിടെ പോളറൈസേഷൻ നടക്കുകയാണ്. ആസ് എ റിസൾട്ട് ഓഫ് പോളറൈസേഷൻ ദ മോളിക്യൂൾ പൊസസ് ദ ഡൈപോൾ മൊമെന്റ്. പുതിയൊരു ടേമിലായിട്ട് നമ്മൾ വരുവാണ്, ഡൈപോൾ മൊമെന്റ്. എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നത്? ഒരു മോളിക്യൂളിന് പോളറൈസേഷൻ ഉണ്ടാകുന്ന മുഖാന്തരം ഉണ്ടാകുന്നതാണ് ഡൈപോൾ മൊമെന്റ്. ഇതിനെപ്പറ്റി പഠനം നടത്തിയത് പീറ്റർ ഡിബൈ എന്ന സയന്റിസ്റ്റ് ആണ്. പീറ്റർ ഡിബൈ, the Dutch chemist, received Nobel Prize in 1936
for his work on X-ray diffraction and dipole moments. The magnitude of the dipole moment is given in Debye units in order to honor him. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി the magnitude of dipole moment Debye യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്. Debye യൂണിറ്റ്. അതാണ് പീറ്റർ ഡിബൈ. നമുക്ക് എന്താണ് ഡൈപോൾ മൊമെന്റ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം. A dipole moment is a measurement of the separation of two oppositely charged. നമുക്കറിയാം രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്. ഇപ്പം HCl ആണെങ്കിൽ H പ്ലസ് ഹൈഡ്രജന് പാർഷ്യൽ നെഗറ്റീവ് ആണ് CLന്. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇപ്പൊ HCl ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഇതിന്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള അടുത്ത ന്യൂക്ലിയസ് വരെയുള്ള ദൂരമാണ് R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ചാർജസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ചാർജസ് ആണ് R. അതിപ്പോ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കാണുകയാണ്, ചാർജും ഡിസ്റ്റൻസും. ആറും ചാർജസ് ഏതൊക്കെയാണ്? ചാർജ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. A dipole moment is measurement of the separation of two oppositely charged. The magnitude is equal to the charge multiplied by the distance between the charges and the direction is from negative charge to positive charge. Negative charge നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് പോകുന്നു. And dipole moments are a vector quantity. Dipole moment is a vector quantity. ഓർത്തിരിക്കുക, dipole moment എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. Dipole moment are measured in the SI units Debye, which is equal to coulombs meter. cm coulombs meterലാണ്. പിന്നെ 1 Debye equal 3.34 into 10 raised to minus 30 coulomb meter. ഒരു Debye that is equal to 3.34 into 10 raised to minus 30 cm. ഡൈപോൾ മൊമെന്റ് നമ്മൾ ഒരു ഗ്രീക്ക് സിമ്പിൾ വെച്ചാണ്, മ്യൂ എന്ന സിമ്പിൾ വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത്. മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ചാർജ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ചാർജസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ചാർജ് എന്താ നിങ്ങളുടെ മനസ്സിലോട്ട് വേണം. ഡൈപോൾ മൊമെന്റ് മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ, വേർ ക്യൂ ഈസ് കോൾഡ് സെപ്പറേറ്റഡ് ചാർജ് എന്ന് ഓർക്കുക. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ center of charges. Mu that is equal to Q into R. That is called a dipole moment. Okay. The dipole moment is a measurement of the separation of two oppositely charged. HCl dipole moment നമ്മൾ ഒരു ക്രോസ് ആരോ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ക്രോസ്ഡ് ആരോ. ഈ ക്രോസ് കാണിച്ചിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് ക്രോസ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ഇത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ പാർഷ്യൽ നെഗറ്റീവ് ചാർജിനെയാണ് ഹെഡ് കാണിച്ചിരിക്കുന്നത്. ഡൈപോൾ മൊമെന്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ഡയറക്ഷൻ. ഡൈപോൾ മൊമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് കാരണം മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് പോളറൈസേഷൻ ദ മോളിക്യൂൾ possess the dipole moment, which can be defined as the product of the magnitude of the charge and the distance between the centers of positive and negative charges. It is represented a Greek letter mu. Dipole moment mu that is equal to charge into distance of separation. Charge നമ്മൾ Q എന്ന സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ R എന്ന സിമ്പിൾ വെച്ച്. പിന്നെ 1 Debye that is equal to 3.33564 into 10 raised to minus 30 coulomb meter. ഇനി dipole moment is a vector quantity. And by convention, it is depicted by a small arrow with the tail on the negative center and head pointing towards the positive center. But in chemistry, presence of dipole moment is represented by the crossed arrows. Okay. Dipole moment of HF നമുക്ക് ഇങ്ങനെ കാണിക്കാം. HFന്റെ സിമ്പിൾ ആണ് H. ഇവിടെയാണ് ക്രോസ്, പിന്നെ ആരോ ഇങ്ങോട്ട് പോകുന്നു, ഹെഡ് ഇങ്ങോട്ട് പോരുന്നു. ഓക്കെ, നെഗറ്റീവ് സൈഡിലോട്ടാണ് പോരുന്നത്. ഇലക്ട്രോൺ പോകുന്നത് ഹൈഡ്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ് എന്നാണ് നമ്മുടെ ഈ ഡൈപോൾ മൊമെന്റ് സിമ്പിൾ കാണിക്കുന്നത്. ഇലക്ട്രോൺ പോകുന്നത് ഹൈഡ്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്. പോളാർ മോളിക്യൂൾസ് ആർ നോട്ട് ഓൾവേസ് ഡൈപോൾസ്. പോളാർ മോളിക്യൂൾസ് എല്ലാം ഒരുപോലെ എപ്പോഴും ഡൈപോൾ കാണിക്കുന്നില്ല. ഇനി ലീനിയർ മോളിക്യൂൾ, അതായത് അതിന്റെ സ്ട്രക്ചർ, ഇത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനെയും ബാധിക്കുന്നുണ്ട് അതിന്റെ ഡൈപോൾ മൊമെന്റ്, അല്ലെ? ഡൈപോൾ മൊമെന്റിനെ എഫക്ട് ചെയ്യുന്നതാണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. എന്നാൽ ഇവിടെ മോളിക്യൂൾസിന് സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ലീനിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയാണ് ലീനിയർ സ്ട്രക്ചർ. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലേഡി സ്ട്രക്ചർ ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാം.
കാർബൺ നടുക്ക്, അപ്പുറത്തും ഇപ്പുറത്തും 2 ബോഡി ഗാർഡ് പോലെ നമ്മുടെ ഓക്സിജൻ നിൽക്കുവാണ്. അന്നേരം ഇവിടെ നമുക്ക് അതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ആരോ കാണിച്ചിരിക്കുന്നത് കാർബണിൽ നിന്ന് ഓക്സിജനിലേക്ക് പോകുന്നു. അതുപോലെ ഇവിടെ കാർബണിൽ നിന്ന് ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ പോകുന്നു എന്നുള്ള പോലെ ആരോ കാണിച്ചിരിക്കുന്നു. ഇതാണ് ലീനിയർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ദി ഇൻഡിവിജ്വൽ ബോണ്ട് പൊളാരിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. അന്നേരം ഇതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വെച്ച് ഇതിപ്പോ നമുക്കറിയാം, ഇത് പോസിറ്റീവിലോട്ട് പോകുന്നു, ഇത് നെഗറ്റീവിലേക്ക് പോകുന്നു. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ ആകുമ്പോൾ എന്താണ്, സീറോ എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇനി ലീനിയർ മോളിക്യൂൾ സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ് ദി ഇൻഡിവിജ്വൽ ബോണ്ട് പൊളാരിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻസൽ ഈച്ച് അതർ. അന്നേരം കാർബൺ ഡയോക്സൈഡിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അത് ക്യാൻസൽ ചെയ്ത് സീറോ ആയിട്ട് പോകുന്നു. Dipole moment has a magnitude and a direction. Dipole moments arise from difference in electronegativity. The larger the difference in electronegativity, the larger the dipole moment. അന്നേരം HCl നമ്മൾ കാണിക്കുമ്പോൾ ഹൈഡ്രജനിൽ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രോൺ പോകുന്നത്, ക്ലോറിനിലേക്ക് പോകുന്നു. ക്ലോറിൻ അതുകൊണ്ട് പാർഷ്യൽ നെഗറ്റീവ്, ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇനി അടുത്തതാണ് BF2. BF2ന്റെ നിങ്ങൾക്ക് അറിയാം ഡൈപോൾ മൊമെന്റ് സീറോ ആകുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇതിവിടെ ലീനിയർ സ്ട്രക്ചർ ആണ്. അന്നേരം BF-ലോട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഇത് കാണിച്ചിരിക്കുകയാണ്, ഇലക്ട്രോൺ പോകുന്നു, അത് ഇവിടെയും കാണിക്കുന്നു. ഈ രണ്ടും ഇത് പോസിറ്റീവ് നെഗറ്റീവ് 2 ഡയറക്ഷനിലേക്ക് ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ട് അതിന്റെ ചാർജ് എത്രയാണ്, ഡൈപോൾ മൊമെന്റിന്റെ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇനി നോൺ പോളാർ മോളിക്യൂൾ, സംടൈം ദ ബോണ്ട് വിതിൻ എ മോളിക്യൂൾ ആർ പോളാർ ആയിരിക്കും. ആൻഡ് യെറ്റ് ദ മോളിക്യൂൾ ഇസ് നോൺ പോളാർ. മോളിക്യൂളിലെ ഇത് നോൺ പോളാർ ആയി പോകുന്നു. കാരണം ബിക്കോസ് ഇറ്റ് ഷേപ്പ് ഇസ് സിമെട്രിക്കൽ ആണ്. അതിനുവേണ്ടി നമുക്ക് ലേവീസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അത് ലേവീസ് ഡോട്ട് സ്ട്രക്ചർ പഠിക്കണം. ഇപ്പൊ നമ്മള് വേണ്ടേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താണ് 0 എന്ന് കണ്ടു. ഇനി മോളിക്കുലാർ ഇവിടെ നോക്കിക്കേ, H2O ഹൈഡ്രജനിൽ നിന്ന് ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ പോകുന്നതായിട്ട് നമ്മൾ ബോണ്ട്, ആ ബോണ്ടിന്റെ ഇലക്ട്രോൺ ഫ്ലോ ആണ്. അല്ലെങ്കിൽ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആർക്കാണ്, ഓക്സിജന്. അതുപോലെ ഇവിടുത്തെ ഹൈഡ്രജൻ ഓക്സിജനും അതിന്റെ ബോണ്ട് ഡൈപോൾ ആണ്, നമ്മുടെ ഡയറക്ഷൻ കാണിക്കുന്നു. അന്നേരം ബോണ്ട് ഡൈപോൾ ഡു നോട്ട് ക്യാൻസൽ. ഇവിടെ ബോണ്ട് ഡൈപോള് ഡു നോട്ട് ക്യാൻസൽ ഇൻ H2O, ക്യാൻസൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 1.83 ഡിബൈ ആണ്. 1.83 ഡിബൈ ഡൈപോൾ മൊമെന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ബോണ്ട് ഡൈപോൾ ക്യാൻസൽ ആകുന്നതുകൊണ്ടാണ് ഇതിന്റെ ഡയറക്ഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിന്റെ ഡയറക്ഷനും മോളിക്യൂളിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റിനെ ബാധിക്കുന്നു. ഓക്കെ, പോളാർ ആണെങ്കിലും അതെന്താകുന്നു, ഡയറക്ഷൻ കൊണ്ട് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ട് പോകുന്നു. ബോണ്ട് ഡൈപോൾ 0 ആയി പോകുന്നു. വേറൊരു മോളിക്യൂള് BF3. നമുക്കിവിടെ കാണാൻ സാധിക്കും ബോറോൺ നടുക്ക്, 3 ഫ്ലൂറിൻ ആറ്റം അല്ലെ. എന്നിട്ട് ഇവിടെ ബോറോണിൽ നിന്ന് ആണ് ബോണ്ട് ഡൈപോൾ എടുക്കുകയാണെങ്കിൽ ബോറോൺ ഫ്ലൂറിനകത്തോട്ടാണ് ഇലക്ട്രോണിന്റെ ഒഴുക്ക് കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഫ്ലൂറിന് പാർഷ്യൽ നെഗറ്റീവ്, ബോറോണിന് പാർഷ്യൽ പോസിറ്റീവ് കിട്ടുന്നു. ഇൻ ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ഇൻ BF3 ദ ഡൈപോൾ മൊമെന്റ് ഇസ് 0. ഇവിടെ 0 ആണ് ആകുന്നത്. എന്തായിരിക്കും കാരണം, the boron fluorine bonds are oriented at an angle of 120 to one another. The 3 bond moments give a net sum of 0. ഇതിന്റെ 3 ബോണ്ട് ഡൈപോൾ ആകെ തുക എന്ന് പറയുന്നത് 0 ആകുന്നു. ആസ് എ റിസൾട്ടന്റ് ഓഫ് എനി 2 ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ തേർഡ്. 2 ഈക്വലും ആകാം, അത് ആ 2 കൂടുന്നത് എന്തിനാണ്, ഓപ്പോസിറ്റ് ടു ദ തേർഡ് ആകാം. ഓക്കെ, അതാണ് BF3 ഇവിടെ 0 ആകാൻ കാരണം. BF3 ഏതാണ് എക്സാമ്പിള്, ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ആണ്. ഡൈപോൾ മൊമെന്റ് 0 ആകുന്നു. ത്രൂ BF ബോൺസ് ആർ ഓറിയന്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡയറക്ഷൻ ഓർക്കുക. The 3 bond moments give a net sum of 0 as a resultant of any 2 is equal and opposite to the third. ഈ BF3 കണ്ടാൽ നിങ്ങൾ ഓർക്കണം ഡൈപോൾ മൊമെന്റ് 0 ആണ്. നിങ്ങൾ ആ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഓർക്കുക. 2 ഈക്വൽ ആണെങ്കിലും മറ്റേ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. അന്നേരം പ്ലസും മൈനസും കൂടെ കൂടി ചേരുമ്പോൾ 0 ആകുന്നെന്ന് പറയുന്ന പോലെ BF3 ഡൈപോൾ മൊമെന്റ് 0 ആകുന്നു. അന്നേരം ഈ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഡൈപോൾ മൊമെന്റിന്റെ ഈ ആരോ ഒക്കെ വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഫ്ലൂറിന്റെ അടുത്തോട്ടാണ് ഇലക്ട്രോൺ, ബോണ്ടിലെ ഇലക്ട്രോൺ വരുന്നത്. ബോണ്ട് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ് എന്നുള്ള ഓർത്തിരിക്കുക. ഈ വാട്ടർ ഒരു അസമെട്രിക്കൽ ആട്ടോ. വാട്ടറിന്റെ അസമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്
പോസിറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, ഓക്സിജന് നെഗറ്റീവ്. In case of polyatomic molecule, the dipole moment not only depend upon individual dipole moments of bonds, known as bond dipole, but also on the spatial arrangement of various bonds in the molecule. In such case, the dipole moment of a molecule is the vector sum of the dipole moment of various bonds. അതുകൊണ്ടാണ് നമ്മൾ H2Oക്ക് എന്തുണ്ടെന്ന് പറഞ്ഞത്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. H2Oക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. Dipole moment of a molecule is the vector sum of dipole moment of various bonds. ഒരു ഡൈപോൾ മൊമെന്റ് ബോണ്ടിനെ അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെക്ടർ സം ഓഫ് ദ ഡൈപോൾ മൊമെന്റ്സ് ഓഫ് വേരിയസ് ബോണ്ട്സ്. നമുക്ക് H2O നമുക്കൊന്ന് നോക്കാം. H2Oയുടെ സ്ട്രക്ചർ ഇതാണ്. H2O ആ സ്ട്രക്ചർ ബെൻഡ് സ്ട്രക്ചർ ആണ്. ഇമ്പോർട്ടൻ്റ് കേട്ടോ. വാട്ടറിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കാൻ. ബെൻഡ് സ്ട്രക്ചർ ആണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ, ഓക്സിജൻ. ഹൈഡ്രജനിലെ ഇലക്ട്രോൺ, അതിന്റെ ബോണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഓക്സിജന്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇതാണ് ബോണ്ട് ഡൈപോള്. അതിന്റെ ടോട്ടൽ റിസൾട്ടന്റ് ബോണ്ട് ഡൈപോൾ എന്ന് പറയുന്നത് ഇതാണ്. In H2O molecule, the two OH bonds are oriented at an angle of 104.5 ഡിഗ്രിയിലാണ് അത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. Net dipole moment of moment is the resultant of the dipole moment of two OH bonds. Net dipole moment of H2O is the resultant of the dipole moment of two OH bonds. അന്നേരം നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. ബോണ്ട് ഡൈപോൾ ഇങ്ങനെ വരയ്ക്കാം. That is equal to resultant dipole moment. Net dipole moment mu that is equal to 1.85 dBi ആണ്. ഡിബൈയെ കൂളോമീറ്ററിലാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 1.85 into 3.33564 into 10 raised to minus 30 കൂളോമീറ്റർ. That is equal to 6.17 into 10 raised to minus 30 കൂളോമീറ്റർ. ഇതാണ് നമ്മുടെ H2Oയുടെ ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഓർത്തിരിക്കുക. H2Oക്ക് എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. BF3ക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ ഒക്കെ വെച്ച് വരയ്ക്കുക. തേണ്ട കിടക്കുന്നു. അടുത്ത രണ്ട് മോളിക്യൂള് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതാരാണ്? NH3. നമുക്കെല്ലാം പരിചിതമുള്ള NH3 എന്ന് പറഞ്ഞാൽ പിരമിഡൽ ഷേപ്പ് ആണ് അല്ലെ? പിരമിഡൽ ഷേപ്പ്. നൈട്രജന് ചുറ്റും 3 ഹൈഡ്രജൻ നിൽക്കുന്നു. നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. നൈട്രജന്റെ തൊട്ട് മുകളിലായിട്ട് അതിന്റെ ലോൺ പെയർ നിൽക്കുന്നു. ലോൺ പെയർ അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ 2 ഇലക്ട്രോൺ നൈട്രജന്റെ മുകളിൽ ഇരിപ്പുണ്ട്. 3 ബോണ്ട് പെയർ ആണുള്ളത്. അന്നേരം ഇതിന്റെ ഡൈപോൾ മൊമെന്റ് 1.46 ഡിബൈ ആണ്. 1.46 ഡിബൈ. അടുത്താണ് NF3. ഇതും പിരമിഡൽ ഷേപ്പ് തന്നെയാണ് കേട്ടോ. പിരമിഡൽ ഷേപ്പ് ആണ്. നൈട്രജന്റെ മുകളിൽ ഇവിടെ എന്തുണ്ട്? ഇതുപോലെ തന്നെ അമോണിയയെ പോലെ തന്നെ ഇവിടെ NF3ക്കും ലോൺ പെയർ ഒക്കെ ഉണ്ട്. 3F. എന്തേ ഫ്ലൂറിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. പാവപ്പെട്ട ഹൈഡ്രജനേക്കാളും അമോണിയയിലെ ഹൈഡ്രജനേക്കാളും ഒക്കെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ് ഫ്ലൂറിൻ. ഈ ഫ്ലൂറിന് എന്താ അവിടെ പ്രത്യേകത? നമ്മൾ ഓർക്കും ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഹൈ ആണ്. ആരെ അപേക്ഷിച്ച്? NH3 അപേക്ഷിച്ച്. എന്നാൽ അതിന്റെ ഡൈപോൾ മൊമെന്റ് മെഷർ ചെയ്തപ്പോൾ നമ്മളെ ഞെട്ടിച്ചു കളയും. കാരണം എന്താണ്? ഡൈപോൾ മൊമെന്റ് mu that is equal to 0.24 ഡിബൈയേ ഉള്ളൂ. എവിടെ കിടക്കുന്നു? അമോണിയയുടെ എത്രയാണ്? അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 1.46 ഡിബൈ ആണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച NF3യുടെ ഡൈപോൾ മൊമെന്റ് എത്രയാണുള്ളൂ? 0.24 ഡിബൈയേ ഉള്ളൂ. എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? വെക്റ്റർ ക്വാണ്ടിറ്റിക്കകത്ത് ഈ നൈട്രജൻ ഫ്ലൂറിൻ ബോണ്ട് ഡൈപോൾ മൊമെന്റ് 3 ഉണ്ട് ഇവിടെ NF3ലോട്ട്. അതായത് നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനോട്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന പോലെ സ്മോൾ ഡീവിയേഷൻ കാണിക്കുന്നു. അന്നേരം അത് 3 ഉണ്ട്. ഈ ലോൺ പെയർ നമുക്ക് എന്താണ്? നമുക്ക് ഇവിടെ ഇതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഇലക്ട്രോൺ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അന്നേരം അതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു. നെറ്റ് ഡൈപോൾ മൊമെന്റ് 3 ബോണ്ട് താഴോട്ടും 1 ബോണ്ട് മുകളിലോട്ടുമാണ് ഫ്ലൂറിനകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും NF3ക്കകത്ത് ഡൈപോൾ മൊമെന്റ് കുറവാകാൻ കാരണം നമ്മുടെ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷന് ഈക്വൽ അല്ല NF3 3 ബോണ്ട് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് അത് 0.24 ഡിബൈ ആയിരിക്കുന്നത്. എന്നാൽ NH3ക്കകത്ത് ബോണ്ട് ഡൈപോൾ മൊമെന്റ് അതായത് ലോൺ പെയറിലോട്ടുള്ള ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇവിടെ ഹൈഡ്രജനിൽ നിന്നാണ് നൈട്രജനിലേക്കാണ്. ഹൈഡ്രജൻ പാർഷ്യൽ പോസിറ്റീവ് ആണ്. അതിന്റെ ഈ 3 ഡൈപോൾ മൊമെന്റും
ലോൺ പെയറിലുള്ള ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഒന്നായതുകൊണ്ടാണ് അതിന്റെ ഡൈപോൾ മൊമെന്റ് കൂടിയിരിക്കുന്നത് 1.460. എന്നാൽ ഇവിടുത്തെ NF3-ക്കകത്ത് ഡയറക്ഷൻ നോക്കിയാൽ മതി. ഡയറക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും 3 എണ്ണം താഴോട്ടും 1 എണ്ണം മുകളിലോട്ടും ഒരേ സെയിം ഡയറക്ഷൻ അല്ലാത്തതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് വിചാരിച്ചത്ര കിട്ടാതെ അത് കുറഞ്ഞു പോകുന്നു. 0.24 dBi ആകുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ട അമോണിയയും NF3യും both the molecules are pyramidal shape with a lone pair of electrons on nitrogen atom. Fluorine is more electronegative than nitrogen. The resultant dipole moment of NH3 4.90 into 10 raised to minus 30 coulomb is greater than that of NF3 0.8 into 10 raised to minus 30 coulomb meter. This is because in case of NH3 the orbital dipole due to lone pair is in the same direction as the resultant dipole moment of NH bond. Whereas in NF3, the orbital dipole is in the direction opposite to the resultant dipole moment of the 3 NF bonds. The orbital dipole, because of lone pair, decreases the effect of resultant NF bond. അതുകൊണ്ടാണ് NF3യുടെ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഡൈപോൾ മൊമെന്റിന്റെ എല്ലാം ഒത്തുപിടിച്ചാൽ എന്ന് പറഞ്ഞ പോലെയാണ് ഓർബിറ്റൽ ഡൈപോള് നമ്മുടെ നൈട്രജന്റെ ലോൺ പെയറിലോട്ട് ഡൈപോളും NF3യുടെ ഡൈപോളും തമ്മിൽ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട്. അതുകൊണ്ട് NF3യുടെ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു പോയി. NH3യുടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് NH3യുടെ ഡൈപോൾ മൊമെന്റ് കൂടിയിരിക്കുന്നു. അന്നേരം ഇങ്ങനെയാണ് നമുക്ക് കമ്പാരിസൺ വരുന്നത് കേട്ടോ. അന്നേരം NH3യും NF3യും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാം. ഇതിന് എന്തുകൊണ്ടാണ് NF3യുടെ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു പോയത് എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് നമ്മൾ അതിനൊരു കറക്റ്റ് ആൻസർ പഠിച്ച് എഴുതുക. ഇനി ഇത് ലാസ്റ്റ് സെക്ഷനിലോട്ട് നമ്മൾ പോവാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ. ഫജാൻസ് റൂള്. ഫജാൻസ് റൂള് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ അയോണിക് ബോണ്ടിനകത്ത് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിട്ട് ചിലതിനകത്ത്, അതായത് അയോണിക് ബോണ്ടിനകത്ത് കോവാലന്റ് നേച്ചർ കാണിക്കുന്നു. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഈ 2 കണ്ടീഷൻ ഉണ്ട്. ആനിയോൺ, നിങ്ങൾക്കറിയാം അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും ഉണ്ട് അല്ലേ. ആനിയോൺ വലിയ സൈസും കാറ്റയോൺ ചെറിയ സൈസും ആയ ഒരു ഇതാണ്. എന്നിട്ട് ഇവിടെ ഈ അയോണിക് ബോണ്ടിനകത്ത് കോവാലന്റ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് കാണിക്കുന്നു. ഇതാണ്, അതിനെപ്പറ്റിയാണ് ഫജാൻസ് റൂൾ പറയുന്നത്. നമുക്ക് നോക്കാം ഫജാൻസ് റൂള്. കോവാലന്റ് ബോണ്ട്സ് ഹാവ് സം പാർഷ്യൽ അയോണിക് ക്യാരക്ടർ. ദ അയോണിക് ബോണ്ട്സ് ഓൾസോ ഹാവ് പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ. അയോണിക് ബോണ്ടിന് പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു. ദ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് വാസ് ഡിസ്കസ്ഡ് ബൈ ഫജാൻസ് റൂള്. ഫജാൻസ് റൂൾ അനുസരിച്ച് the smaller the size of the cation and the larger the size of the anion, the greater the covalent character of an ionic bond. Greater the covalent character of ionic bond ഉണ്ട്. അതുപോലെ the greater the charge on the cation, the greater the covalent character of the ionic bond. The greater the charge on the cation, the greater the covalent character of the ionic bond. ചെറിയ സൈസ് കാറ്റയോണും ലാർജ് സൈസ് ആനിയോണും ആണെങ്കിൽ അവിടുത്തെ കോവാലന്റ് ക്യാരക്ടർ ഗ്രേറ്റർ ആയിരിക്കും. അയോണിക് ബോണ്ടിനകത്ത് കൂടുതലായിട്ട് കാണിക്കുന്നു കോവാലന്റ് ക്യാരക്ടർ. അതുപോലെ ചാർജ്, ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ കാറ്റയോൺ, കാറ്റയോണിലെ ചാർജ് കൂടുതലാണെങ്കിലും അവിടെ കാണിക്കുന്നു. ഫോർ കാറ്റയോൺസ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ചാർജ്, ദ വൺ വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ ട്രാൻസിഷൻ മെറ്റൽസും നോൺ മെറ്റൽസും കൂടെ കൂടി ചേർന്ന് അയോണിക് ബോണ്ട് ഉണ്ടാകുന്നിടത്ത് കൂടുതലായിട്ട് കോവാലന്റ് ക്യാരക്ടറാണ് അയോണിക് ബോണ്ടിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമപ്പ് ചെയ്യുകയാണെങ്കിൽ, ദ കാറ്റയോൺ ഈസ് സ്മോൾ ആൻഡ് ഹാസ് എ ഹൈ ചാർജ്. അങ്ങനെയാണ് ഹൈലി പോളറൈസിങ് എന്ന് പറയുന്നത്. ഹൈലി പോളറൈസിങ്. ആനിയോൺ ഈസ് ലാർജ് ആൻഡ് ഹാസ് എ ഹൈ ചാർജ്. അതും ഹൈലി പോളറൈസബിൾ ആണ്. അന്നേരം ഇവിടെ നമുക്ക് കാണാൻ പറ്റും മോർ കോവാലന്റ് ക്യാരക്ടർ താഴേന്ന് മുകളിലോട്ട് കൂടി വരുന്നു. അന്നേരം കാറ്റയോണിന്റെ സൈസ് ഒന്ന് നോക്കിയേ. കാറ്റയോണിന്റെ സൈസ് ഏറ്റവും കൂടുതലാണെങ്കിൽ ഏറ്റവും കുറവായിരിക്കും കോവാലന്റ് ക്യാരക്ടർ. ഏറ്റവും കുറവാണെങ്കിൽ കാറ്റയോണിന്റെ സൈസ് ഏറ്റവും കുറവാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അന്നേരം ഇവിടെ കോവാലന്റ് ക്യാരക്ടർ കൂടാൻ വേണ്ടി എന്താണ് കാറ്റയോൺ സൈസ് സ്മോളും ആനിയോൺ സൈസ് വലുതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറ്റയോൺ സൈസ് ഏറ്റവും ചെറുത് നോക്കാം. അയോണിക് റേഡിയസ് ഓഫ് ബേരിയം 2+ നമുക്ക് 135 ആണ്.
അത് കഴിഞ്ഞ് സ്ട്രോൺഷ്യം 2+, നമ്മുടെ ഗ്രൂപ്പ് 2 എലിമെന്റ്സ് നമുക്കൊന്ന് നോക്കുക. മെറ്റൽസിനെ സ്ട്രോൺഷ്യം 113, കാൽസ്യം 2+, 99, 65 മഗ്നീഷ്യം 2+, അതിന്റെ അയോണിക് റേഡിയസ്, ബെർലിയം 2+ന് 31. എന്നാൽ ഏറ്റവും സ്മോളസ്റ്റ് അയോൺ ഏതാണ്? കാറ്റയോൺ ബെർലിയം 2+, അല്ലേ? അന്നേരം ഈ ബെർലിയം 2+ന് ഇവിടെയാണെങ്കിൽ അതാണ്, അതുകൊണ്ടാണ് കോവാലന്റ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. കോവാലന്റ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. ഈ കാറ്റയോൺസ് കൂടി ചേർന്ന് അയോണിക് ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ ബെർലിയം 2+ ആണെങ്കിൽ അത് കോവാലന്റ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലായിരിക്കും. അയോണിക് ബോണ്ടിലെ കോവാലന്റ് നേച്ചർ കൂടുന്നു. അതുപോലെ ആനിയോണിനകത്ത് നമുക്ക് അയോണിക് റേഡിയസ് ഫ്ലൂറിന് 136, ക്ലോറിൻ മൈനസിന് 181, 195 Br മൈനസിന്, 216 I മൈനസിന്. അന്നേരം ആനിയോണിന്റെ സൈസ് കൂടുതലാണ്. അന്നേരം ഇവിടെ നമ്മൾ കാണാം I മൈനസിന് ഏറ്റവും ആനിയോണിക് സൈസ് കൂടുതലാണ്. അതുകൊണ്ട് പറയുകയാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസസ്. I മൈനസിനാണ് ഏറ്റവും കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ. അയഡിൻ വെച്ച് ഉണ്ടാകുന്ന അയോണിക് ബോണ്ടിനും കോവാലന്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതലായിരിക്കും. നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് കാറ്റയോൺ സ്മോൾ ആയിരിക്കണം, ആനിയോൺ ലാർജ് ആയിരിക്കണം. അന്നേരം എന്താണ്? അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് നേച്ചർ കൂടുന്നു. നമുക്കൊരു ഫജാൻസ് റൂളിനെ നമുക്കൊരു സമ്മപ്പ് ചെയ്താല് എന്താണ് ഫജാൻസ് റൂള് പറയുന്നത്? കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്, മോർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. എങ്ങനെയാണ് കോവാലന്റ് ക്യാരക്ടർ കാണിക്കണമെങ്കിൽ അയോണിക് ബോണ്ടിനകത്ത് ഹൈ ചാർജ് ഓൺ അയോൺസ് വേണം, സ്മോൾ കാറ്റയോൺസ് വേണം, ലാർജ് ആനിയോൺ വേണം, വാലൻസ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വിത്ത് ഇൻകംപ്ലീറ്റ് D and F സബ്ഷെൽ ആണെങ്കിൽ കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ചാർജ് ഓൺ കാറ്റയോൺ മോർ ഈസ് കോവാലന്റ് ക്യാരക്ടർ. അതുപോലെ ഫജാൻസ് റൂള് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഗ്രേറ്റർ ചാർജ് ഓൺ കാറ്റയോൺ മോർ ഈസ് കോവാലന്റ് ക്യാരക്ടർ, സ്മോളർ കാറ്റയോൺ ഓർ ബിഗ്ഗർ ആനിയോൺ ഷോസ് ഗ്രേറ്റർ കോവാലന്റ് ക്യാരക്ടർ, D എലമെന്റ്സ് അതായത് D ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് മോർ ഓഫ് കോവാലന്റ് ക്യാരക്ടർ കോമ്പൗണ്ട്. D ബ്ലോക്ക് എലമെന്റ്സ് ഇതാണ് ഫജാൻസ് റൂള് പറയുന്ന അനുസരിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. കോവാലന്റ് നേച്ചർ ഓഫ് അതായത് അയോണിക് ബോണ്ട് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു, സം കോവാലന്റ് പ്രോപ്പർട്ടി കാണിക്കുന്നു. എങ്ങനെയാണ് അത്? ആരൊക്കെ വരുമ്പോഴാണ്? ഗ്രേറ്റർ ചാർജ് ഓൺ കാറ്റയോൺ മോർ ഈസ് കോവാലന്റ് ക്യാരക്ടർ, സ്മോളർ കാറ്റയോൺ ഓർ ബിഗ്ഗർ ആനിയോൺ ഷോസ് ഗ്രേറ്റർ കോവാലന്റ് ക്യാരക്ടർ. അതുപോലെ D ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് മോർ ഓഫ് കോവാലന്റ് ക്യാരക്ടർ കോമ്പൗണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ഡൈപോൾ മൊമെന്റിനെ പറ്റിയും ഫജാൻസ് റൂളിനെ പറ്റിയും പഠിച്ചല്ലേ, റെസൊണൻസ് സ്ട്രക്ചർ. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുന്നതിന് ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.